പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിന്നെ രക്ഷിപ്പാനും വിടിയിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ ശബ്ദമായി നിലകൊള്ളുന്നവനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. യെരമ്യാ പ്രവാചകനെ പോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ വഴികൾ അടഞ്ഞതുപോലെ തോന്നിയേക്കാം. പല ഉപദ്രവങ്ങളും അപമാനങ്ങളും കൈപ്പേറിയ നീരസങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം മാറി നിൽക്കും. ഒരാൾ പോലും സഹായിപ്പാൻ മുന്നോട്ട് വരാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ അതെല്ലാം സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നാം ഒരൊറ്റ സത്യം മറന്നു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോട് ഉറപ്പിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ആരും നിൽക്കാത്തിടത്ത് ഞാൻ നിന്നോടുകൂടെ നിൽക്കും. മനുഷ്യരുടെ കരുതൽ കുറഞ്ഞു പോയേക്കാം, സഹായിക്കുന്ന കരങ്ങൾ അകന്നു പോയേക്കാം. പക്ഷേ നമ്മുടെ കർത്താവിന്റെ കൈ ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവാങ്ങി പോകുകയില്ല. നമ്മളെ ഈ ലോകത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയേക്കാം, വില കൊടുക്കാതെ തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, യേശുക്രിസ്തുവിന് നാം അമൂല്യരാണ്, വില പിടിച്ചവരാണ്. നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി കർത്താവ് സ്വന്തം രക്തം ചീന്തി. അത്ര വലിയ വിലയാണ് അവൻ നമുക്ക് വേണ്ടി നൽകിയത്. അളവില്ലാത്ത സ്നേഹത്തോടും കരുതൽ നിറഞ്ഞ മനസ്സോടും കൂടെ അവൻ എന്നും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയങ്ങൾ കടന്നു വന്നാൽ, വിഷമങ്ങൾ ഉണ്ടായാൽ നമ്മെ കൈപിടിച്ച് രക്ഷിപ്പാനും ആ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാനും നമ്മുടെ യേശു എന്നും മതിയായവനാണ്. വേറെ ആരുടെയും സഹായത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. കാരണം അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആ ജീവിതം പൂർണ്ണവും ശക്തവുമാണ്. ഈ വലിയ പ്രത്യാശയോടെ ദൈവത്തിലുള്ള വലിയ ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരുടെ സഹായം ഇല്ലാത്തിടത്ത്, വ്യർത്ഥമായി തീരുന്നിടത്ത് നീ തന്നെയാണ് ഞങ്ങളുടെ ശക്തി. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഞങ്ങളെ ശക്തിയോടെ മുന്നോട്ട് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ഈ വചനത്തിന്റെ നന്മയെ തുറന്നു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.